ഇപ്പൊ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് പാട്ട് പഠിക്കാനും ഡാൻസ് പഠിക്കാനും ഒക്കെ പോയതും. വെസ്റ്റേൺ ഡാൻസ് പഠിക്കാൻ പോകുന്നു. വെസ്റ്റേൺ പിന്നെ നമുക്ക് പുറത്തുനിന്ന് കണ്ടന്റുള്ള ആവശ്യമില്ല, ആളുടെ കുറെ മണ്ടത്തരം തന്നെ മതി. പക്ഷെ എല്ലാം ഉണ്ണിയേട്ടൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ലവ് മാരേജ് ആയിരിക്കും എന്ന് വിചാരിച്ചത്. അല്ല, ലവ് മാരേജ് ആയിരുന്നെങ്കിൽ ഒരു പക്ഷെ ഞാൻ കിട്ടില്ലായിരുന്നു അല്ലേ? കാരണം ഈ അല്ല അങ്ങനെ കണ്ടുപിടിച്ച് പഠിപ്പിക്കുകയാണെങ്കിൽ ഉണ്ണി ഇങ്ങനെ ആയത് ഒരു പാവം ആയിരുന്നു, അധികം സംസാരിക്കാത്ത അങ്ങനത്തെ ഒരാളായിരുന്നു. എനിക്ക് അഭിനയം അറിയില്ല, പാട്ട് അറിയില്ല, ഡാൻസ് അറിയില്ല, ഒന്നും അറിയില്ല. പക്ഷെ ഇതെല്ലാം എന്റെ ഉള്ളിലുണ്ട്. താല്പര്യമുണ്ടോ അഭിനയത്തിനോട്? ചെറുപ്പത്തിൽ എനിക്കൊരു സിനിമാ നടി ആവണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. മന്ത്രത്താൽ പായുന്ന കുതിരയെ മാണിക്യ കയ്യാൽ തൊടാം, ഗന്ധർവൻ പാടുന്ന മതിലക മന്ദാരം പൂവിട്ട തണലിൽ. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. ഹായ്, ഹലോ, നമസ്കാരം. യൂട്യൂബ് വീഡിയോസിലൂടെയും ഷോർട്സിലൊക്കെ കൂടെ നമ്മളെ രസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആശയും ഉണ്ണിയും ഫാമിലിയാണുള്ളത്. നമസ്കാരം. നമസ്കാരം. ആദ്യമായിട്ടാണ് ഇന്റർവ്യൂവിൽ ഇരിക്കുന്നതെന്നറിയാം, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്നറിയാം. കുഴപ്പമില്ല, നമ്മൾ ഹാപ്പി ആയിട്ട് സംസാരിക്കുന്നു. ഓക്കെ, എങ്ങനെയാണ് യൂട്യൂബ് വീഡിയോസ് ഒക്കെ ഇട്ട് തുടങ്ങിയത്? എങ്ങനെയാണ് ഉണ്ണിച്ചേട്ടനോട് തന്നെ ചോദിച്ചാൽ അറിയാം. ഞങ്ങൾ യൂട്യൂബ് വീഡിയോസ് ഇട്ട് തുടങ്ങിയത് കൊറോണ ടൈമിൽ ഈ പറഞ്ഞ പോലെ ജോലിക്കൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. അപ്പം ആ സമയത്ത് വൈഫിന് ജോലി ഉണ്ടായിരുന്നില്ല. അപ്പോൾ വൈഫ് ജോലി നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എവിടെയും ജോലിയൊന്നും കിട്ടാനില്ല. അപ്പോഴാണ് ഞങ്ങൾ മുന്നേ ഒരു 2 ടിക്ടോക്ക് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. വെറും 2 ചെയ്തിട്ടുള്ളൂ. അപ്പം അത് വലിയ കുഴപ്പമില്ലാന്ന് ചിലർ പറഞ്ഞിരുന്നു. അപ്പോൾ വൈഫ് അന്വേഷിച്ചപ്പോൾ ഒരു ഫ്രണ്ടാണ് പറഞ്ഞത്, നിങ്ങൾക്ക് യൂട്യൂബിൽ വീഡിയോ ചെയ്തുകൂടെ, അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ യൂട്യൂബിൽ പതുക്കെ പക്ഷെ കൊറോണ സമയത്ത് ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾക്ക് അറിയില്ല, ഒന്നും അറിയില്ലായിരുന്നു. ഒരു മൊബൈൽ എങ്ങനെ പിടിക്കാന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല, വീഡിയോ എടുക്കാൻ. അപ്പൊ അതെങ്ങനെയൊന്നും അറിയണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ 1 വർഷം കഴിഞ്ഞിട്ട്, കൊറോണ ഒക്കെ കഴിഞ്ഞ ശേഷമാണ് ഞങ്ങൾ ചാനൽ തുടങ്ങിയത്. പഠിച്ചിട്ട് 2021 കൊറോണ കഴിഞ്ഞ ശേഷം ഞങ്ങൾ തുടങ്ങിയത്. അങ്ങനെയാണ് ഇതിലേക്ക് വന്നത്. ശരിക്കും എന്താ ജോലി ചെയ്യുന്നത്? എനിക്ക് ഗോൾഡ് വർക്കാണ്. ഞാൻ വീട്ടിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്. മക്കളുടെ പേര് പറഞ്ഞില്ല. പേരെന്താ? അൻസിക. എത്രല്ല പഠിക്കുന്നത്? 7th. മോനോ? ആശി. 6. ചേച്ചിയുടെ കാര്യം ഞാൻ നോക്കുകയാണെങ്കിൽ കണ്ണുകൾ കൊണ്ടാണ് മൊത്തം പരിപാടി നടത്തുന്നത്. എങ്ങനെയാണ് ഈ കണ്ണിൽ ഇത്ര അഭിനയം കൊണ്ടുവരാൻ സാധിക്കുന്നത്? അതെനിക്ക് എങ്ങനെയാന്ന് അറിയില്ല. അത് ഉണ്ണേട്ടൻ പറയും, ഞാൻ അഭിനയിക്കും. അതാണ് ശരിക്കും ഉണ്ണേട്ടനാണ് എന്നെ കൊണ്ട് അഭിനയിപ്പിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം, ഏത് ചെയ്യണം എന്നൊക്കെ ആളാണ്. ഇഷ്ടമില്ലാത്ത ആളാണ്. എന്റെ ഫേസ് എന്ന് പറയുമ്പോ കുറച്ച് ദുഷ്ടത്തി കഥാപാത്രമൊക്കെയാണ് എനിക്ക് ചേരാന്ന് എന്റെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ അതിൽ ഇങ്ങനെ കോമഡി വരുന്നിട്ടും വിചാരിച്ചു. നമ്മള് വീട്ടില് അങ്ങനെ എന്തെങ്കിലും പറയുമ്പോ അതില് ഒരുപാട് കോമഡികൾ ഉണ്ടാവും. അപ്പൊ എനിക്ക് മനസ്സിലായ ആൾക്ക് അഭിനയിക്കാൻ പറ്റുന്നു, കോമഡി അഭിനയിക്കാൻ പറ്റുന്നു. അപ്പൊ എനിക്ക് കോമഡി വഴങ്ങില്ല, എന്റെ ഫേസിൽ വഴങ്ങില്ല അത്. അപ്പൊ കുറച്ചൊക്കെ സ്ക്രിപ്റ്റ് ചെയ്യാൻ പറ്റും എനിക്ക്, കോമഡികൾ പെട്ടെന്ന് വരും എനിക്ക്. അപ്പൊ അങ്ങനെയാണ് ലാസ്റ്റ് ഇതിൽ കോമഡിയിലേക്ക് എത്തിയത്. ഞങ്ങൾ ആദ്യം കുറെ കണ്ടന്റുകൾ, പല കണ്ടന്റുകളായിട്ട് ഇമോഷണൽ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ കോമഡിയിലേക്ക് കടന്നപ്പോഴാണ് ഒരു വർഷമായിട്ടുള്ളൂ നല്ല കോമഡിയിലേക്ക്. അല്ല, ഞാൻ എപ്പോഴും നോക്കുമ്പോ ചേച്ചി കണ്ണൂട്ടുള്ള പരിപാടികളാണ്. ഡാൻസർ ആണോ? ഡാൻസർ പറഞ്ഞാൽ ഞാനിപ്പം എനിക്ക് ഡാൻസ് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ചെറുപ്പത്തില്. പക്ഷെ എനിക്ക് ചെറുപ്പത്തിലൊന്നും പഠിക്കാനോ കളിക്കാനോ പറ്റില്ല. ഒരു സ്റ്റേജ് പരിപാടി പോലും ചെയ്തിട്ടില്ല. ഒരു പ്രാവശ്യം അങ്ങോട്ട് തിരുവാതിര കളി കളിച്ചിട്ടുണ്ടോ 9ാം ക്ലാസ് പഠിക്കുമ്പോ. പക്ഷെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഡാൻസ് കളിക്കാൻ. അപ്പോ മോളുണ്ടായപ്പോ എന്നെ പോലെ ആവരുത് മോള്, ചെറുപ്പത്തിലേ അവള് ഡാൻസ് പഠിക്കണം എന്ന് പറഞ്ഞ് ഡാൻസ് ക്ലാസ്സിൽ ചേർത്തു. ഒരു 2.25 വയസ്സാകുമ്പോഴേക്കും അവളെന്നെ ചേർത്തു. അപ്പൊ അങ്ങനെ എന്നെ പോലെ ആഗ്രഹമുള്ള കുറച്ച് അമ്മമാർ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി ടീച്ചറോട് പറഞ്ഞപ്പോ ടീച്ചർ ഞങ്ങളെ പഠിപ്പിക്കാന്ന് പറഞ്ഞു. ഉണ്ണേട്ടനോട് പറഞ്ഞപ്പോ ഉണ്ണേട്ടൻ സമ്മതം ഓക്കെയാണ്. അപ്പൊ അങ്ങനെ കല്യാണത്തിന് ശേഷം, പ്രസവത്തിന് ശേഷമാണ് ഞാന് ക്ലാസിക്കലായിട്ട് ഡാൻസ് പഠിക്കുന്നതും. അങ്ങനെ 2 അരങ്ങേറ്റം കഴിഞ്ഞു, മോഹിനിയാട്ടവും ഭരതനാട്യം. അടിപൊളി. പിന്നെ കുറച്ചൊക്കെ പാട്ട് പാടും. അതും പറ്റിയിട്ടില്ല. അപ്പൊ അതൊക്കെ ഇപ്പൊ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് പാട്ട് പഠിക്കാനും ഡാൻസ് പഠിക്കാനും ഒക്കെ പോയതും. വെസ്റ്റേൺ ഡാൻസും പഠിക്കാൻ പോകുന്നുണ്ട്. അതും ഡാൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് പാട്ടും ഡാൻസും ഭയങ്കര
ഇഷ്ടമാണ്. എന്താ പറയാ, നമ്മുടെ കൂടെയുള്ള കുട്ടികള് സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ എനിക്ക് അതൊക്കെ കണ്ടിട്ട് മനസ്സിലാഗ്രഹമായിരുന്നു, പക്ഷെ പറ്റിയില്ല. അപ്പൊ ഇപ്പൊ പക്ഷെ അതിനു വേണ്ടിയിട്ട് പരമാവധി കിട്ടുന്ന സ്റ്റേജുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഈ കണ്ടന്റ് ഒക്കെ ചേട്ടൻ തന്നെയാണോ ക്രിയേറ്റ് ചെയ്യുന്നത്? അതെ, കണ്ടന്റ് ഞാൻ തന്നെയാണ് കൂടുതലും കൊണ്ടുവരുന്നത്. കുറച്ചൊക്കെ ആളും ഉണ്ടാവും, പിന്നെ എന്തെങ്കിലും ഇങ്ങനെ ഇട്ട് കൊടുക്കും. അപ്പൊ അത് ശരിക്കും സ്ക്രിപ്റ്റ് ആയി എങ്ങനെ ചെയ്യണം എന്നൊന്നും എനിക്കറിയില്ല. എങ്ങനെ ചെയ്താലോ എന്ന് പറഞ്ഞാൽ അത് ബാക്കിയൊക്കെ ചെയ്യുന്നത് എനിക്ക് പിന്നെ ഗോൾഡ് വർക്ക് ആയതുകൊണ്ട് അത് വർക്ക് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ ചിന്തിക്കും, ഓരോ കണ്ടന്റിനെ കുറിച്ച് ചിന്തിക്കും. പിന്നെ നമുക്ക് പുറത്തുനിന്ന് കണ്ടന്റുള്ള ആവശ്യമില്ല, ആളുടെ കുറെ മണ്ടത്തരം തന്നെ മതി, നമുക്ക് അത്യാവശ്യം കിട്ടും. ചേച്ചി അതില്ലാത്ത നിങ്ങൾ ക്യാപ്ഷൻ കൊടുക്കുന്ന ടോം ആൻഡ് ജെറി റിയൽ ലൈഫിൽ അങ്ങനെയൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു. പിന്നെ ക്രേസി വൈഫ് എന്നുള്ള കാറ്റഗറിയിലാണ് ഞങ്ങള് കണ്ടന്റുകൾ ചെയ്യുന്നത്. അപ്പൊ റിയൽ ലൈഫിൽ ഇങ്ങനത്തെ ക്രേസി ആയിട്ട് ഉള്ള ആൾക്കാരാണ്. നമുക്ക് ചേച്ചിയുടെ ഒരു പാട്ട് കേട്ടാലോ? എന്തായാലും പാട്ട് പാടുമോ? ഞങ്ങള് യൂട്യൂബ് ചാനൽ തുടങ്ങിയതിനു ശേഷം ഞങ്ങള് പാട്ട് നോക്കിയിട്ടില്ല, പഠിക്കും. മുന്നിയായിട്ട് സപ്പോർട്ട് ചെയ്തു. മന്ത്രത്താൽ പായുന്ന കുതിരയെ മാണിക്ക് കയ്യാൽ തൊടാം, മന്ത്രത്താൽ പായുന്ന കുതിരയെ മാണിക്ക് കയ്യാൽ തൊടാം, ഗന്ധർവൻ പാടുന്ന മതിലക മന്ദാരം പൂവിട്ട തണലിൽ, ഗന്ധർവൻ പാടുന്ന മതിലക മന്ദാരം പൂവിട്ട തണലിൽ ഊഞ്ഞാലേ പാടാമോ, ഊഞ്ഞാലേ പാടാമോ, മാനത്തെ മാമന്റെ തളികയിൽ മാമുണ്ടാൻ പോകാമോ നമുക്കി, തുമ്പീവ തുമ്പക്കുടത്തി തുഞ്ചത്തായൂഞ്ഞാലിടാം. അടിപൊളി, എന്ത് രസാ പാടുന്നത് കേൾക്കാൻ. ആരാ ദുഷ്ടത്തയുടെ ഫേസാന്ന് പറഞ്ഞത്? മാച്ചാവുന്നത്. പിന്നെ കുറച്ച് കുരുത്തക്കേട് പരിപാടിയൊക്കെ ഉണ്ടല്ലേ ചേട്ടനെ പറ്റിക്കും എപ്പോഴും? എന്താ മെയിൻ ആയിട്ട് ചേച്ചിയുടെ പരിപാടീസ് എന്താണ്? മെയിനായിട്ട് പരിപാടിയൊന്നുമില്ല, അതിൽ വീഡിയോ കണ്ടപ്പോ തന്നെ കണ്ണുരുട്ടി പേടിപ്പിക്കലിനെയാണ്. ചീത്ത പറയാൻ സമ്മതിക്കില്ല ഞാൻ. എന്നെ എന്തെങ്കിലും എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്ന് ഞാൻ ചൂടായിട്ട് ചെല്ലും, അപ്പൊ ഒന്ന് കണ്ണുരുട്ടി ഞാനൊന്ന് തോന്നും. ടോമഞ്ചേരി തന്നെയാണ്. എങ്ങനെയുണ്ട് അമ്മയും അച്ഛനും? എങ്ങനെയാ വീട്ടിൽ ഇതുപോലെ ആണോ? വീഡിയോയിൽ കാണുന്ന പോലെ ആണോ? ചില സമയത്തൊക്കെ അങ്ങനെയാണ്. മടുത്തല്ലേ അച്ഛനും അമ്മയെ കൊണ്ടു? ഇല്ല. നിങ്ങള് വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണോ ചെയ്യാനായിട്ടൊക്കെ? സ്കൂളിലൊക്കെ സംസാരിക്കാറുണ്ടോ ഫ്രണ്ട്സ് ഒക്കെ? പറയാറുണ്ട്. ആണ്. ഫാൻസ് ഒക്കെ ഉണ്ടോ ഫ്രണ്ട്സ്? ചിലര്. ആരുടെ കൂടുതലും പറയാറ്? അച്ഛൻ്റെ ആണോ അമ്മയുടെ ആണോ? അമ്മയുടെ പറയാറ്. അച്ഛൻ സ്ക്രിപ്റ്റ് മാത്രമേ ഉള്ളൂ, അഭിനയം അച്ഛൻ പേടിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതെനിക്ക് അഭിനയം അത്രയ്ക്ക് വശമില്ല അഭിനയം, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എനിക്ക് വേണ്ടി അപ്പൊ ആളുടെ അഭിനയം കൊണ്ട് മാത്രമാണ് ഞാൻ അതിന് മാത്രം സ്ക്രിപ്റ്റ് എഴുതുന്നത്. മെയിൻ ആയിട്ട് ഇപ്പൊ ഷോർട്ട് വീഡിയോസ് ആണ് കൂടുതലും വരുന്നത്. അപ്പൊ ലോങ് വീഡിയോസ് എന്തുകൊണ്ടാണ് ഇടാത്തത്? ഞങ്ങൾക്ക് മുന്നേ ഞങ്ങൾ ഓൺ വോയിസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അധികം. അപ്പൊ ഓൺ വോയിസ് ചെയ്യുമ്പോൾ ഇടയിൽ ഞങ്ങൾ ഇതുപോലെ മ്യൂസിക്കിന് ഉള്ള കോമഡികൾ ചെയ്തിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ കൂടുതലായിട്ട് ഞങ്ങൾക്ക് ഫോളോവേഴ്സ് വരുന്നത് കർണാടക, തമിഴ്നാട്, മഹാരാഷ്ട്ര, ആന്ധ്ര, ഈ 4 സ്റ്റേറ്റ്. ഏറ്റവും കൂടുതൽ കർണാടകയിൽ നിന്നാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങള് ലോങ് വീഡിയോ ഓൺ വോയിസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ പറയും ഞങ്ങൾക്ക് മനസ്സിലാവണില്ല, നിങ്ങള് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവരത് തെലുങ്കിലിടാൻ പറയും, കന്നഡയിലിടാൻ പറയും. അപ്പൊ അവസാനം ഞങ്ങള് ഇങ്ങനെ ആക്കി മാറ്റിയതാണ് വീഡിയോ. ഇപ്പൊ പിന്നെ പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങള് ലോങ് വീഡിയോ ഒരു 10 മിനിറ്റ് 15 മിനിറ്റിന്റെ ഒക്കെ സ്കിറ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു നാഗവല്ലി വീഡിയോ ഉണ്ട്, വൈറലായിരുന്നു, വീഡിയോ. പിന്നെ ഞങ്ങൾക്ക് സമയമില്ല. അപ്പൊ ഞാനാണെങ്കിൽ എനിക്ക് ഗോൾഡ് വർക്കാന്ന് പറയുന്നത് കാലത്ത് 6 മണി മുതൽ ഉച്ചയ്ക്ക് 11 മണി വരെ ഞാൻ വർക്ക് ചെയ്യും ഇത് വീഡിയോ ചെയ്യുന്ന ദിവസങ്ങളിൽ. പിന്നെ വൈകുന്നേരം 6 മണി മുതൽ രാത്രി 12 മണി വരെ വർക്ക് ചെയ്യും. ഇതിനിടയിലാണ് ഞങ്ങളുടെ വീഡിയോ. അപ്പൊ അതിനുശേഷം ഞങ്ങൾക്ക് ടൈം കിട്ടില്ല. പിന്നെ ഞങ്ങൾക്ക് 2 ചാനലുണ്ട്, ഡയമണ്ട് ഫാമിലി എന്നൊരു ചാനലുണ്ട്. അപ്പൊ ഒരു വീഡിയോ അതിലിടും, ഇതാണ് മെയിൻ. ആശ്രാവണിയുള്ള ചാനൽ മെയിൻ, അവരാണ് അതിലിടും. തമിഴിലും സംസാരിക്കുന്നുണ്ട്, തമിഴിലും വ്ളോഗ്സ് വരുന്നുണ്ട്. അപ്പൊ നിങ്ങക്ക് തമിഴ് അല്ല, ഞാൻ പാലക്കാടാണ്. എന്റെ കുറച്ച് റിലേറ്റീവ്സും മേമമാര്
മാമന്മാരൊക്കെ കോയമ്പത്തൂരാണ്. അപ്പൊ ഞാൻ ചെറുപ്പത്തിലൊക്കെ വെക്കേഷനൊക്കെ അവിടെ പോയിരിക്കുമ്പോ അങ്ങനെ തമിഴ് പഠിച്ചതാണ്. അപ്പൊ ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കുറിച്ച് അറിയാൻ ഇപ്പൊ ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങളുടെ കുറെ ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒക്കെ തമിഴ്നാട്ടിലും കർണാടകയിലും ഒക്കെ ഉണ്ട്. അപ്പൊ അവര് ഇതുപോലെ കർണാടകയിൽ നിങ്ങൾ വീഡിയോ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് കമന്റിൽ പറയുമ്പോ അപ്പൊ നമ്മളെ കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ളവരുണ്ടല്ലോ. അപ്പൊ ഞാന് ശരി എനിക്ക് കുറച്ച് തമിഴ് അറിയാം, അങ്ങനെ ഒന്ന് വ്ളോഗ് ചെയ്ത് നോക്കിയാലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് വ്ളോഗ് ഇട്ടത്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഡയമണ്ട് ഫാമിലി തുടങ്ങിയത് തന്നെ, തമിഴ് വ്ളോഗ് ചെയ്യാൻ. അതിന്റെ കൂടെ കുറച്ച് ഷോർട്സും ചെയ്യുന്നു. അതിന്റെ അടിയിൽ മൊത്തം തമിഴ് കമന്റുകളാണ്. എനിക്കൊരു പേടിയുണ്ട്, കാരണം അങ്ങനെ പക്കായിട്ട് കറക്റ്റായിട്ട് സംസാരിക്കാൻ കിട്ടിയത് വരില്ല. ചിലപ്പോ ചില വാക്കുകളൊന്നും കിട്ടില്ല. പക്ഷെ അതൊക്കെ ഞാൻ മുന്നേ അവരോട് പറഞ്ഞ് എന്നിട്ടാണ് ഞാനിങ്ങനെ വീഡിയോ ചെയ്യാറ്. അപ്പൊ എല്ലാവരും പറയും നന്നായിട്ടുണ്ട്, നിങ്ങൾ വീഡിയോ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് വരാറുണ്ട്. ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ട് എന്താണ് വീഡിയോ ചെയ്യുമ്പം ഭയങ്കര ബുദ്ധിമുട്ട് നിർത്താം അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ കണ്ടന്റ് കിട്ടലാണ്. ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ മണിക്കൂറുകളോളം ആലോചിച്ചിരിക്കും ഒരു കണ്ടന്റ് വേണ്ടി. ബാക്കി വീഡിയോ എടുക്കലോ പെട്ടെന്ന് കഴിയും, എഡിറ്റിംഗ് ഒക്കെ കുഴപ്പമില്ലാണ്ട് കഴിയും. പക്ഷെ ഞങ്ങൾക്ക് കണ്ടന്റ് കിട്ടാൻ കാരണം വെച്ചാൽ ഓരോ ദിവസം ഡെയിലി ഇടുന്ന കൂടിയാണ്. അപ്പൊ ഡെയിലി കണ്ടന്റ് കിട്ടും, അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ ഞങ്ങൾ കുറച്ചുകൂടി ടൈറ്റ് ആണ്, കാരണം രണ്ട് ചാനലിലും രണ്ട് ചാനലോട് പിന്നെ ഞങ്ങളുടെ ആശാമണിയിൽ ഞങ്ങളുടേതായ ഫുള്ള് കണ്ടന്റ് ആണത്. ഡയമണ്ട് ഫാമിലിയിൽ തമിഴ് വ്ളോഗ് ഇടും, പിന്നെ ഈ പറഞ്ഞ പോലെ ട്രെൻഡിങ് ആയിട്ടുള്ള വല്ല വീഡിയോ ഉണ്ടെങ്കിൽ ഞങ്ങൾ എടുത്തിച്ചു. ട്രെൻഡിങ് സംഭവങ്ങൾ ഒരേപോലത്തെ വീഡിയോസ് വരില്ല, അതൊക്കെ ഇടാൻ. മെയിൻ ചാനൽ ഞങ്ങളുടെ കണ്ടന്റ് ആയിരിക്കും. പിന്നെ എനിക്ക് എഡിറ്റ് ചെയ്ത് പഠിക്കാനും എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയതാണ്. ഡെയിലി എല്ലാം പുള്ളിയാണ്. എങ്ങനെയാ നിങ്ങളുടെ ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ? അറേഞ്ച് മാരേജ്. അറേഞ്ച് മാരേജ്. പക്ഷെ എല്ലാം ഉണ്ണിയേട്ടൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ലവ് മാരേജ് ആയിരിക്കും എന്നാ വിചാരിച്ചത്. അല്ല, ലവ് മാരേജ് ആയിരുന്നെങ്കിൽ ഒരു പക്ഷെ ഞാൻ കിട്ടില്ലായിരുന്നു അല്ലേ? അല്ല, അങ്ങനെ കണ്ണൂറ്റി പേടിപ്പിക്കുകയാണെങ്കിലേ പക്ഷെ കിട്ടില്ലായിരുന്നു അല്ലേ? ആദ്യം തന്നെ കണ്ണൂട്ടി പേടിപ്പിച്ച് പറഞ്ഞുവിട്ടേനെ. ചേട്ടൻ മെയിൻ കണ്ടന്റുകൾ എഴുതുന്നതെന്ന് പറഞ്ഞു. ഇതിനു മുമ്പ് ഇങ്ങനെ എന്തെങ്കിലും സ്ക്രിപ്റ്റ് എഴുതാനുള്ള താല്പര്യം ഉണ്ടായിരുന്നു? എനിക്കിങ്ങനെ പറ്റുന്ന തന്നെ എനിക്ക് ഒരു അറിവില്ല. എനിക്ക് അപ്പൊ ആളുകളിൽ ചോദിക്കാൻ നിനക്ക് എങ്ങനെ ഇതൊക്കെ പറ്റുന്നത്? സത്യം പറഞ്ഞാൽ ഞാൻ ചെറുപ്പത്തിൽ നല്ലൊരു ഇൻട്രോവേർട്ട് ആയിരുന്നു, അധികാരോട് സംസാരിക്കില്ല. ഇപ്പൊ ഉണ്ണിയേട്ടന്റെ കൂടെ പഠിച്ചിരുന്ന കുറച്ചുപേര് എന്നെ കാണാറുണ്ട്, എനിക്ക് പരിചയമുള്ള കുറച്ച്. ഉണ്ണി ഇങ്ങനെ ആയത് ഒരു പാവം ആയിരുന്നു, അധികം സംസാരിക്കാത്ത അങ്ങനത്തെ ഒരാളായിരുന്നു. ഇങ്ങനെ അഭിനയിക്കുന്നത് എങ്ങനെയെന്നൊക്കെ ചോദിക്കാറുണ്ട്. എനിക്ക് അഭിനയം അറിയില്ല, പാട്ട് അറിയില്ല, ഡാൻസ് അറിയില്ല, ഒന്നും അറിയില്ല. പക്ഷെ ഇതെല്ലാം എന്റെ ഉള്ളിലുണ്ട്. ചിലപ്പോ അങ്ങനെ ആയിരിക്കും അത് പുറത്തു വന്നത്. അപ്പൊ ഈ ഫാമിലിയിൽ നിന്നുള്ള സപ്പോർട്ട് എത്രത്തോളം ഉണ്ട്? വീട്ടുകാരൊക്കെ എന്താ പറയുന്നത് വീഡിയോസ് ഒക്കെ കാണുമ്പോ? ഭയങ്കര ഇഷ്ടമാണ്. ആദ്യം അത്ര കാര്യമായിട്ട് എടുത്തല്ലേ, പക്ഷെ ഇപ്പൊ ഒരുപാട് സപ്പോർട്ട് ഉണ്ട്. സബ്സ്ക്രൈബേഴ്സ് ഒക്കെ 30 ലക്ഷം അടുത്തായി നമുക്ക്. എല്ലാവർക്കും സപ്പോർട്ട് ഒക്കെ ഉണ്ട്. സന്തോഷാണ് ചെയ്യുന്നത്. ആദ്യം തുടക്കത്തില് നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ ചെയ്തു, അവര് എല്ലാവരും തുടങ്ങുന്നു ആ ഒരു ഇതില്. അല്ല, കൊറോണ ടൈമിലൊക്കെ കുറേ പേര് വീഡിയോ യൂട്യൂബ് ചാനൽ തുടങ്ങിയവരുണ്ടല്ലോ. നമ്മളും തുടങ്ങി. ആദ്യമൊക്കെ കുക്കിംഗ് വീഡിയോസ് ആയിരുന്നു ഇട്ടുണ്ടായിരുന്നത്. എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല കുക്കിങ്. പക്ഷെ ഞങ്ങള് ചാനൽ തുടങ്ങി. എന്താ പറയാ, നമുക്ക് ഈ ഇങ്ങനത്തെ കണ്ടന്റുകൾ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കൂടി ചെയ്താൽ എത്രത്തോളം ശരിയാവും അറിയില്ല. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ മെല്ലെയാണ് ഞങ്ങള് ഇങ്ങനത്തെ കോമഡി കണ്ടന്റുകളിലേക്കും സ്കിറ്റുകളിലേക്കൊക്കെ ഇറങ്ങിയത്. ഞങ്ങളുടെ ചാനലില് ഇത്രയും വളർന്നത് ഒരു വർഷം കൊണ്ടാണ്. അതുവരെ 2 ലക്ഷം 3 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു ഒരു കൊല്ലം മുന്നേ. ആ സമയത്ത് നമുക്ക് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ക്യാരക്ടറുകൾ പുതിയത് കൊണ്ട് മുന്നേ ഉണ്ടായിരുന്നത് ഒരു പവിഴ എന്നിട്ടുള്ളൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു, ഒരു വേലക്കാരിയാണ്. അപ്പൊ അത് നമ്മള് മുന്നേ പരിചയമുള്ള ഒരാളുടെ റോള് ഞങ്ങൾ മനസ്സിൽ കരുതിയിട്ട് ചെയ്യിച്ചാണ്. പവിഴ എന്നുള്ള റോള് ഒരു തമിഴ്നാട്ടിൽ നിന്നൊരു വേലക്കാരി. അപ്പൊ അത് നല്ല അത്യാവശ്യം വ്യൂസ് ഉണ്ടായിരുന്നു. പിന്നീട് ഞങ്ങൾ അത് മാറ്റിയിട്ട് ഇപ്പൊ ട്രെൻഡിങ് ആയിരിക്കും എന്താ ക്രേസി വൈഫ് എന്നിട്ട് മുടി കെട്ടിച്ചിട്ട് റോളുണ്ട്. ഒരാഴ്ചയായിട്ട് വീഡിയോ ഇടില്ല. ആ ഒരു ക്യാരക്ടർ വന്നപ്പോ പെട്ടെന്ന് ഞങ്ങക്ക് 3 മാസം കൊണ്ട് ഞങ്ങക്ക് 20 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കിട്ടി. 20 ലക്ഷം മുകളിൽ സബ്സ്ക്രൈബേഴ്സ് കിട്ടി. അത് കർണാടകയിൽ ഭയങ്കരമായിട്ട് ഓടിയത്. കർണാടകയിലത്തെ ഒരു സിംഗർ ഉണ്ടായിരുന്നു, ഏതാ ശ്രുതി പ്രഹ്ലാദ, അറിയായിരിക്കും. പ്രഭുദേവയുടെ അടുത്ത് പാട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന്റെ പാട്ട് പാടിയത് ശ്രുതി പ്രഹ്ലാദൊക്കെ ഞങ്ങൾക്ക് കമന്റ് ചെയ്യാറുണ്ട്. കാരണം ഞങ്ങളുടെ ഈ റോള് കണ്ടിട്ട് പിന്നെ അവരുടെ പാട്ടൊക്കെ ഒരുപാട് ഹിറ്റായിട്ടുണ്ട്. അവിടെ ഹിറ്റായ പാട്ടാണ്. അപ്പൊ ഞങ്ങളുടെ വീഡിയോ അവിടെ ഒരുപാട് ഓടുന്നുണ്ട്. അപ്പൊ അങ്ങനെ അവർ ഞങ്ങൾക്ക് കമന്റ് ചെയ്യാറുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് വീഡിയോക്ക് കമന്റ് ചെയ്യാറുണ്ട്. ഇപ്പോഴും ചെയ്യുന്നുണ്ട് പല വീഡിയോ. അപ്പൊ അങ്ങനെ ആ റോളാണ് ഞങ്ങളെ പെട്ടെന്ന് 3 മാസം കൊണ്ട് 20 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക്. ചേച്ചിനെ ആരെങ്കിലും അഭിനയിക്കാൻ വിളിക്കോ അങ്ങനെ എന്തെങ്കിലും ചെയ്തോ വീഡിയോസ് ഒക്കെ കണ്ടിട്ട്? അങ്ങനെ 1-2 മെസ്സേജുകളാണ്. അത് കന്നഡ തന്നെയാണ്. ഇൻസ്റ്റാഗ്രാമിലൂടെ ചെയ്ത പ്രശ്നങ്ങൾ. പിന്നെ അങ്ങനെ നോക്കിയിട്ടൊന്നുമില്ല. ഇല്ല. താല്പര്യം ഉണ്ടോ അഭിനയത്തിനോട്?
ആഗ്രഹം ആൾക്ക് അഭിനയം കൊണ്ട് അഭിനയത്തിനൊക്കെ ചെറുപ്പത്തിൽ എനിക്കൊരു സിനിമാ നടി ആവണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ ശരിക്കും. അപ്പൊ ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ തോന്നുന്നു പേപ്പറിൽ, അന്നൊക്കെ പേപ്പറിലാണല്ലോ വരിക. അപ്പൊ അതില് ഇതുപോലെ പെൺകുട്ടികളെ ആവശ്യമുണ്ടെങ്കിൽ സിനിമയിൽ അഭിനയിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് വരുമ്പോ ഞാൻ അങ്ങനെ അതൊക്കെ ടിക്ക് ചെയ്ത് വെക്കും. പക്ഷെ അന്ന് ഫോണും കാര്യങ്ങളൊന്നും വീട്ടിലൊന്നും ഫോണൊന്നുമില്ല. അപ്പൊ വിളിക്കാനുള്ള ഒരു ഇതില്ലാതെ കാരണം കൊണ്ട് അതങ്ങനെ ആഗ്രഹങ്ങൾ വിളിച്ചും കൂടി. ഞങ്ങള് യൂട്യൂബ് ചാനലിലൂടെയാണ് ഇപ്പൊ അഭിനയം വീണ്ടും. അല്ലേ? അത് ചേച്ചി കല്യാണത്തിന് ശേഷം പാട്ട് പാടാൻ പഠിക്കുന്നു, ഡാൻസ് പഠിക്കുന്നു, അഭിനയിക്കുന്നു. ഇപ്പോഴാന്ന് തോന്നുന്നു എക്സ്പ്ലോർ ചെയ്യുന്ന ലൈഫിനെ. ജിമ്മും എല്ലാം. എന്റെ പഴയ ഫ്രണ്ട്സ് ഒക്കെ വീഡിയോസ് ഒക്കെ കണ്ട അപ്പൊ അവര് പറയുന്നത്, ആശെ നീ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നോ, നീ ഇങ്ങനെ ഡാൻസ് കളിക്കുമായിരുന്നോ, നീ ഇങ്ങനെ പാട്ട് പാടുമായിരുന്നോ, അങ്ങനെയൊക്കെ ഇപ്പൊ ചോദിക്കാറുണ്ട്. അവര് പറഞ്ഞ അതൊക്കെ ഉണ്ടായിരുന്നു എന്റെ ഉള്ളിന്റെ ഉള്ളില്. പക്ഷെ നമുക്കിങ്ങനെ പുറത്തോട്ട് എടുക്കാനുള്ള ഒരു അവസരം കിട്ടിയില്ല. ഇപ്പോഴാണ് അവസരം കിട്ടിയെന്നുള്ളത്. പണ്ടത്തെ ആളുകളല്ല, അവരങ്ങനെ കൂടുതലായിട്ട് സപ്പോർട്ട് കുറവായിരിക്കും. അല്ല, ഇപ്പൊ സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആയാലും കുഴപ്പമില്ലല്ലോ. ഈ ചേച്ചിയുടെ മിക്ക അല്ലാത്ത വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ വലിയ കമ്മല്, അതൊക്കെ അതിനോടൊക്കെ ഉള്ള ഒരു ക്രേസ് ഭയങ്കര. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വലിയ കമ്മലിടാൻ. അപ്പൊ ഉണ്ണേട്ടന് ഇഷ്ടമാണോ എന്തോന്നും അറിയില്ലല്ലോ. അപ്പൊ ഞാന് ഒരു ദിവസം അതുപോലെ കടയിൽ പോയപ്പോ എടുക്കാൻ പോയപ്പോ ഉണ്ണേട്ടൻ തന്നെ വലുതെടുത്ത് തന്നു കുറെ നാൾ മുന്നേട്ടോ. അപ്പൊ പിന്നെ അതിന് ശേഷം പിന്നെ ഉണ്ണേട്ടൻ സപ്പോർട്ടാണ്, ഇഷ്ടമാണ്. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വലിയ കമ്മലിടുന്നതുകൊണ്ട് എനിക്ക് ഇഷ്ടമാണ് വലിയ കമ്മല്. പിന്നെ എന്റെ മുഖം കുറച്ച് വലിയ മുഖം ആയത് കാരണം കൊണ്ട് ചെറുതിട്ട് കഴിഞ്ഞാൽ അത്രക്ക് കാണില്ല. എപ്പോഴും പറയാറുണ്ട് ഫ്രണ്ട്സ് ഒക്കെ. ഞാൻ തന്നെയാണ് സെലക്ട് ചെയ്തത്. എല്ലാം ഇവിടെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ചേട്ടൻ പണിയെടുക്കാൻ സമയമുണ്ടോ ചേട്ടാ? എനിക്ക് മക്കളെ ഡാൻസിന് കൊണ്ടുപോകണം, ആളെ ആശേനെ ഡാൻസിന് കൊണ്ടുപോകണം, ജിമ്മിന് കൊണ്ടുപോകണം. ഇതെല്ലാം ഞാനാണ്. ജോലിയുടെ ഇടയില് ഇങ്ങനെ കയറി വരും. എനിക്ക് ഫുൾ ടൈം ഞാൻ പാക്ഡ് ആണ് എല്ലാ ദിവസവും. ഞാൻ പറഞ്ഞില്ല, രാത്രി 12 മണിക്ക് ശേഷം കാലത്ത് 6 മണി വരെയാണ് കുറച്ച് റെസ്റ്റ് ടൈം കിട്ടുന്നത്. ഫുള്ള് വർക്കിംഗ് ആണ്. ഇപ്പൊ ആ കൂടി ഞാൻ കുറച്ച് സമയം വെറുതെ ഇരുന്നത്. ഇപ്പൊ നിങ്ങൾ 1 മണിക്കൂർ വൈകിയല്ലോ, 1 മണിക്കൂറാണ്. 1 മണിക്കൂർ. ചേട്ടന്റെ ഒരു അവസ്ഥ. ഈ യൂട്യൂബേഴ്സിന്റെ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഓരോ കമ്മിറ്റീസ് ഉണ്ട്. പക്ഷെ ഞാൻ ഒരിക്കൽ പോലും നിങ്ങളെ അതിലൊന്നും കണ്ടിട്ടില്ല. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ഇതിലേക്ക് വരാത്തത്? അത് എന്തുകൊണ്ട് ഞങ്ങൾ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഇനിയിപ്പോ ഞങ്ങള് ആദ്യം ഒരുപാട് ആളുകളുടെ ധാരണ ഉണ്ടായിരുന്നു ഞങ്ങൾ മലയാളികളല്ലാന്നാണ്. ഇപ്പോഴും പലരും ചോദിക്കുന്നത് മലയാളികളാണോ ചോദിക്കുന്നത്. ഞങ്ങളുടെ കമന്റുകൾ എവിടെയാണ് കന്നഡ, തമിഴ്നാട് ഞങ്ങൾക്ക് കൂടുതൽ കമന്റുകൾ വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ മലയാളികളാന്ന് പലർക്കും അറിയില്ലായിരുന്നു. ചിലപ്പോ അതുകൊണ്ടായിരിക്കാം, എന്തുകൊണ്ടാ അറിയില്ല. അങ്ങനെ വിളിച്ചിട്ടില്ല ഇതുവരെ ഒരു പ്രോഗ്രാമിനും. ഞങ്ങൾ ഒരു പ്രോഗ്രാം പോയിട്ടുണ്ട്, ഒരു ബ്രാൻഡ് സ്റ്റോറീസിന്റെ ഒരു അവാർഡ് നൈറ്റ് പോലെ. അത് അതില് പോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. പിന്നെ ഈ ആഴ്ചയിലും വരുന്നുണ്ടല്ലേ. പിന്നെ ഇപ്പൊ അടുത്ത അതും ബ്രാൻഡ് സ്റ്റോഴ്സിൽ മറ്റേ മാഗ്നറ്റ് മീഡിയ എന്ന് പറഞ്ഞിട്ട് അവര് കണ്ടക്ട് ചെയ്യുന്നതാണ്. അപ്പൊ അതിന് വിളിച്ചിട്ടുണ്ട്. അതിന് മാത്രല്ല, നിങ്ങക്ക് ഇങ്ങനെ താല്പര്യമില്ല പുറത്തേക്ക് ഇറങ്ങി അങ്ങനത്തെ ഒരു എക്സ്പ്ലോറിങ്ങിനേക്കോ താല്പര്യമില്ല? താല്പര്യമുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് സമയമില്ല മെയിനായിട്ട്. അതാണ് ശരിക്കും. ഞങ്ങൾക്ക് കണ്ടന്റ്, ഞങ്ങളുടെ കണ്ടന്റ് വീട്ടിലുള്ള അതാണ് ഞങ്ങൾ എപ്പോഴും വീഡിയോക്ക് ഡെയിലി വീഡിയോ വേണം. അതൊരു വീഡിയോ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷൻ ആവും ശരിക്കും പറഞ്ഞാൽ. വീഡിയോയിലാണ് ഡെയിലി വീഡിയോ പോസ്റ്റ് ചെയ്യണം. അതിന്റെ കമന്റുകൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് യൂട്യൂബൊന്നും ഇൻസ്റ്റാഗ്രാമിൽ നിന്നുള്ള കമന്റുകൾ വായിക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. എപ്പോഴും വെയിറ്റിംഗ് ആണ്, ഇന്നും നിങ്ങളെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കമന്റ്സ് വരുമ്പോ ഭയങ്കര സന്തോഷമാണ്. അപ്പൊ നമുക്ക് എപ്പോഴും വീഡിയോ ഇട്ട് ഇടണം എന്നുള്ളൊരു പ്രത്യേകിച്ച് തമിഴ്നാടെന്നൊക്കെ അവർക്ക് ഭയങ്കര സ്നേഹമായിരിക്കും. നമ്മളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവര് ഒരു ദിവസം വീട്ടിലേക്ക് അപ്പൊ അന്വേഷിക്കും, ചിലപ്പോൾ മെസ്സേജ് ഒക്കെ ചെയ്യും. ഈ തമിഴ് മെസ്സേജുകൾ എങ്ങനെയാ ഇത് മാറ്റി ട്രാൻസ്ലേറ്റർ വെച്ചിട്ട് മാറ്റി അങ്ങനെ വായിച്ച് മനസ്സിലാക്കും? കുറച്ച് റിസ്കും കൂടെയാണല്ലേ. ഇനി എന്തായിരിക്കും ഒരു അടുത്ത ലക്ഷ്യം അല്ലെങ്കിൽ നെക്സ്റ്റ് ഡ്രീം എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും? ഡ്രീം എന്ന് പറയുന്നത് അടുത്ത സ്വപ്നം എന്താണ്? അടുത്ത പടിയിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നത് എന്താണ്? വീഡിയോന്റെ കാര്യമാണ് പറയുന്നത്. മൊത്തത്തിൽ ലൈഫിൽ ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സ്വപ്നം എന്ന് പറയുന്നത് ഒരു വീടാണ്. ഞങ്ങളിപ്പോ ഇവിടെ വാടക വീടാണത്. എനിക്കിപ്പോ 45 ആയി ഏജ്. അപ്പോ ജീവിതത്തിൽ ഇന്നേ വരെ സ്വന്തം വീട്ടിൽ ജീവിച്ചിട്ടില്ല. അപ്പൊ അതൊരാഗ്രഹമുണ്ട്. ഒരുപക്ഷെ ആരും ഉണ്ടാവില്ല തോന്നുന്നു ജീവിതത്തിൽ ഒരിക്കലും
സ്വന്തം വീട്ടിൽ താമസിക്കാത്ത ആരും ഉണ്ടാവില്ല എനിക്ക് തോന്നുന്നു. അപ്പൊ അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ഡ്രീം അല്ലേ, അതെ, ഏറ്റവും വലിയൊരു ആഗ്രഹം സ്വന്തമായിട്ടൊരു വീട്. വീട്. അത് തന്നെയാണ്. അപ്പൊ ഇത്രയും ഫോളോവേഴ്സ് ഉള്ള ആൾക്കാരെന്ന നിലയിൽ ഒരു കാര്യം ചോദിച്ചാൽ പറയുമെന്നറിയില്ല, യൂട്യൂബിൽ നിന്ന് എത്ര വരുമാനം ഉണ്ടാവും, അല്ലെങ്കിൽ മൊത്തം സോഷ്യൽ മീഡിയയിൽ നിന്ന് എത്ര വരുമാനം ഉണ്ടാവും? നമ്മള് ഫോളോവേഴ്സ് ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞങ്ങൾക്ക് ഷോർട്സ് ആണ് കൂടുതൽ. ഷോർട്സ് എന്ന് അറിയാലോ വളരെ കുറവാണ്, ലോങ് വീഡിയോനെ അപേക്ഷിച്ച് വളരെ കുറവാണ് വരുമാനം. അപ്പൊ അത് കൃത്യമായിട്ടും പറയാൻ പറ്റില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ മാസത്തിലും മാറിക്കൊണ്ടിരിക്കും. എന്നാലും വലിയ കുഴപ്പമില്ല, ഞങ്ങൾക്ക് അത്യാവശ്യം ജീവിക്കാനുള്ളതൊക്കെ. ഈ പ്രൊഡക്റ്റുകളുടെയൊക്കെ ഒരു അഡ്വർടൈസ്മെന്റ് വരുന്ന സമയത്ത് പലപ്പോഴും ഇഷ്യൂസ് ഒക്കെ വരാറുണ്ട്. ഫേക്ക് പ്രൊഡക്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ പല മണി മേക്കിംഗ് ആപ്പുകളൊക്കെ. അത്തരം പ്രൊമോഷൻസ് നിങ്ങൾ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? ഞങ്ങള് പ്രൊമോഷൻസ് കൂടുതലും ചെയ്യാറില്ല. പരമാവധി കുറയ്ക്കും. പരിചയമുള്ള ഇത് ഞങ്ങൾക്കൊരു ഈ ഹെയർ ഓയിലിന്റെ ഒക്കെ വരാറുണ്ട് ഒരുപാട്. ഞങ്ങൾക്കൊരു ധൈര്യപ്പെട്ട് ചെയ്യാൻ പറ്റില്ല. നമുക്ക് അവരുടെ നിന്ന് പൈസ വാങ്ങിക്കുന്നത് മാത്രമല്ലല്ലോ, നമ്മള് ജനങ്ങളിലേക്ക് ഒരു മോശം പ്രൊഡക്റ്റ് ആണ് നമ്മൾ കൊടുക്കണമെങ്കിൽ അത് നമ്മളെ തന്നെ ബാധിക്കും. അത് നമ്മളെ വിശ്വസിച്ചിട്ട് വാങ്ങിക്കുമ്പോൾ. അപ്പൊ അതുകൊണ്ട് പരമാവധി ഞങ്ങളുടെ പേജ് തന്നെ നോക്കിയാൽ അറിയാം, അധികം പ്രൊമോഷൻസ് ഞങ്ങൾ ചെയ്യാറില്ല. ഒരുപാട് മെയിലുകൾ ഇഷ്ടം പോലെ എടുക്കുന്നുണ്ട്, ചെയ്യാൻ പറ്റും. ഞങ്ങൾ അങ്ങനെ ചെയ്യാറില്ല. ഡ്രസ്സിന്റെ ഒക്കെ ആവുമ്പോ പ്രശ്നമില്ലല്ലോ, എടുക്കാം. പിന്നെ ക്രീം അതൊക്കെ ആവുമ്പോ നമ്മൾ പറഞ്ഞിട്ട് ഇപ്പം എന്റെ സ്കിൻ ആയിരിക്കില്ല മറ്റുള്ളവർക്ക്. അപ്പൊ എന്റെ ഇത് കണ്ടിട്ട് വേറൊരാൾ വാങ്ങിച്ച് യൂസ് ചെയ്ത് അവർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് ശരിയല്ലല്ലോ. അപ്പൊ ഞങ്ങൾ അങ്ങനത്തെ ഒന്നും അങ്ങനെ ഒഴിവാക്കും. എന്നിരുന്നാലും എല്ലാ സ്വപ്നങ്ങളും സാധിക്കട്ടെ, സ്വന്തമായിട്ടൊരു വീട് വരട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.